ഈ കാറിന്റെ ലോക്ക് തുറക്ക് ശരത്ത്. അപ്പോഴേക്കും കാർ സ്റ്റാർട്ട് ചെയ്ത ശരത്ത് അകത്ത് നിന്ന് കാറിന്റെ വാതിൽ ആരും തുറക്കാതിരിക്കാൻ സെന്റർ ലോക്ക് ഇട്ടു. സോറി മോളെ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ ഉള്ള ഒരേ ഒരു തുറുപ്പ് ചീട്ട് നീയാ. അങ്ങനെയുള്ളപ്പോ നിന്നെ ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ വെറുതെ കളയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കളി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. എത്ര വർഷമായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുക. നീ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എത്ര നാളാണ് ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടിയത്, അറിയോ നിനക്ക്? ഏതായാലും കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. ഞാൻ ശരിക്കും എന്താണെന്നും ആരാണെന്നും നീയൊക്കെ അറിയാൻ പോണതേ ഉള്ളൂ. അവൻ ഒരു വക്രമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് ദേവയാനിക്ക് തനിക്ക് തെറ്റുപറ്റിയോ എന്ന ചിന്ത വന്നത്. എന്താ ശരത്, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? നല്ലവനെ പോലെ ഇത്രയും നാളും ഞങ്ങളുടെ മുമ്പിൽ നിന്നത് വെറുതെ ആയിരുന്നോ? എന്റെ മോള് നിനക്ക് തുറുപ്പ് ചീട്ടാണെന്നോ? എന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ എന്റെ മോള് നീ ഭീഷണിപ്പെടുത്തുന്നോ? ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ശരത്ത് പുറകിലേക്ക് തിരിഞ്ഞ് അവരോട് ക്രൂരമായി പുഞ്ചിരിച്ചു. അയ്യോ ആന്റി, ഇനിയും എന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യത്തിൽ എന്റെ പ്ലാൻ എല്ലാം നടക്കാൻ ഇപ്പോ എനിക്ക് സഹായമായത് നിങ്ങളാണ്. അതിന് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. വെറുതെ ഇരുന്നാൽ ഇനി ഒന്നും നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതാ ഞാൻ തന്നെ ഇനി കാര്യങ്ങൾ സ്പീഡായി ചെയ്യാമെന്ന് കരുതിയത്. ശരത്ത് അതേ ഭാവത്തിൽ പറഞ്ഞു. ശേഷം അവൻ പതിയെ കാറിന്റെ സ്പീഡ് കൂട്ടി. അതോടെ ശരത്തിന്റെ വിചിത്രമായ പ്രവൃത്തികൾ കണ്ട് ശ്രീലക്ഷ്മിയും ദേവയാനിയും തീർത്തും ഞെട്ടി. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ശ്രീലക്ഷ്മി അവളുടെ ഫോണിനായി കൈയെത്തി. അത് കണ്ടതും ശരത്ത് പിന്നിലേക്ക് തിരിഞ്ഞ് മിന്നൽ വേഗത്തിൽ അത് അവളുടെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചു. അതോടെ അവർ ഇനിയും രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് അവൻ ഉറപ്പായി. അതുകൊണ്ട് അവൻ ഒട്ടും സമയം കളയാതെ വേഗം തിരിഞ്ഞ് ദേവയാനിയുടെ ബാഗും പിടിച്ചു വലിച്ച് ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. അത് കാണേ ശ്രീലക്ഷ്മിക്കും ദേവയാനിക്കും അവനെ നോക്കാൻ പോലും ഭയം തോന്നി. കാരണം അത്രയും ക്രൂരമായ അവന്റെ ഭാവം അവരെ വല്ലാതെ പേടിപ്പിച്ചു. ശരത്, പ്ലീസ് ഒന്ന് കാർ നിർത്തോ. എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് എന്റെ ഋഷിയുടെ അടുത്തേക്ക് പോണം. പ്ലീസ് ഒന്ന് നിർത്തോ. ശ്രീലക്ഷ്മി കരച്ചിലിന്റെ വക്കിലെത്തി. ഇല്ല, അങ്ങനെ പറ്റില്ലല്ലോ. എന്റെ ലക്ഷ്മി, നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കുടുക്കിയത് ഇങ്ങനെ ഈസിയായി പറഞ്ഞുവിടാൻ വേണ്ടിയാണോ? നിന്നെ എന്റെ ആക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ വാക്കുകൾ കേട്ട് ശ്രീലക്ഷ്മി ഒരു നടുക്കത്തോടെ അവനെ നോക്കി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ചിന്തയിൽ അവൾ വേഗം കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്ന് അനക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ശരത്തിന്റെ ഷർട്ടിൽ പിടിച്ചു. അവന്റെ കഴുത്തിൽ പിടിച്ചും അവനെ കയ്യിലടിച്ചും അവൾ കാർ നിർത്താൻ ശ്രമിച്ചു. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ശരത്ത്. പൊതുവെ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് ലഭിക്കുന്ന ഒരുതരം കരുത്തുണ്ടല്ലോ, അത് ശരത്തിനുണ്ടായിരുന്നു. തന്നെ പിന്നിൽ നിന്നും ആക്രമിക്കുന്ന ശ്രീലക്ഷ്മിയെ അവൻ നിമിഷ നേരത്തിൽ തന്നെ കൈകാര്യം ചെയ്തു. അവളെ നിഷ്പ്രയാസം അവൻ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. അതിന്റെ ആഘാതത്തിൽ അവൾ അറിയാതെ തന്നെ സീറ്റിലേക്ക് തലയിടിച്ച് വീണു. ദേഷ്യം തീരാതെ അവൻ പെട്ടെന്നൊരു സ്ഥലത്ത് കാറ് നിർത്തി. തന്റെ സീറ്റിൽ നിന്നും ഉയർന്ന് പിന്നിലെ സീറ്റിലേക്ക് വീണുപോയ ശ്രീലക്ഷ്മിയുടെ കവളിൽ ആഞ്ഞടിച്ചു. അതുവരെ കാറിന്റെ ഒരറ്റത്തായി ഭയന്നിരുന്ന ദേവയാനി അതോടെ പേടിച്ച് കരയാൻ തുടങ്ങി. ദേവയാനി പുറമേ ധൈര്യശാലിയായി തോന്നുമെങ്കിലും അവർ ശരിക്കും വെറും ഒരു ഭീരുവായിരുന്നു. മോളെ ലച്ചു, വേണ്ട, നീ ഒന്നും മിണ്ടല്ലേ. അവൻ എന്താ ചെയ്യുന്നെന്ന് അവന് തന്നെ അറിയില്ല. ഇങ്ങനെ ദേഷ്യത്തിൽ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന അവനെ നീ ഇനിയും പ്രതികരിച്ച് പ്രകോപിപ്പിക്കല്ലേ. മോൾ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അവനെ ഉപദ്രവിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്താ ഈ വണ്ടിയുടെ ബാലൻസ് തെറ്റി ഇത് എവിടെയെങ്കിലും മറിഞ്ഞു പോയാലോ? നമ്മുടെ ജീവനും കൂടെ പോവില്ലേ? ഒന്ന് സമാധാനായിട്ടിരിക്കും മോളെ. അമ്മയുടെ അപേക്ഷയായെങ്കിലും എടുക്ക്, പ്ലീസ് മോളെ. അവർ ഭയന്നുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതോടെ നിറഞ്ഞ കണ്ണുകളാൽ ശ്രീലക്ഷ്മി മൗനമായത് കണ്ടതും ദേവയാനിയുടെ കണ്ണുകൾ അവളിൽ നിന്നും ശരത്തിലേക്ക് എത്തി നിന്നു. ശരത്തെ, നിന്നെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചതല്ലേ? എന്നിട്ട് നീ ഞങ്ങളോട്... ഞാൻ എന്റെ മോളെ ഒരു തവണ പോലും തല്ലിയിട്ടില്ല, അറിയോ നിനക്ക്? ആ മോളെയാ നീ എന്റെ മുമ്പിൽ വെച്ച് അടിച്ചത്. ഒരു ഭർത്താവുള്ള കുഞ്ഞ എന്റെ മോള്. അവളെയാ നീ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോവാൻ നോക്കുന്നത്. അവർ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഹലോ അമ്മായിയമ്മേ, അവളെ തൊടാൻ പോലും എനിക്ക് അവളുടെ അനുവാദം വേണ്ട. കാരണം
ഈ കാറിൽ കേറിയപ്പോൾ മുതൽ അവൾ എന്റെയായി. ഇനി അവൾക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ അവളെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തല്ലും. ചിലപ്പോൾ ഇവളെ ഞാൻ നല്ലതുപോലെ അങ്ങ് സ്നേഹിക്കും. അതൊന്നും നിങ്ങൾ അറിയണ്ട കേട്ടോ പെണ്ണുമ്പിള്ളെ. ശരത്തിന്റെ വാക്കുകൾ കേട്ടതും ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. ഛീ, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? എങ്ങനെയാ നീ ഇത്രയും നാള് നല്ലവനെ പോലെ എന്റെ മുന്നിൽ നടിച്ചത്? എന്റെ ഒരു നല്ല സുഹൃത്തായിട്ടാ ഞാൻ നിന്നെ കണ്ടത്. എന്നിട്ട് നീ എന്നെ കൂടെ നിന്ന് ചതിക്കുമായിരുന്നോ? നിന്നോടുണ്ടായിരുന്ന വിശ്വാസവും സ്നേഹവും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് നീ തന്നെ ഇല്ലാതാക്കിയില്ലേ? നിന്നെ എനിക്ക് വെറുപ്പ് നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി ശ്രീലക്ഷ്മി പറഞ്ഞു. ഒന്ന് പോടി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. ഞാൻ നല്ലവനാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി ഈ ശരത്തിനെ ആർക്കും തടയാൻ കഴിയില്ല. ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എന്റേതെന്ന് പറയാനുണ്ടായിരുന്നവയൊക്കെ നഷ്ടപ്പെട്ടു. എന്റെ ബിസിനസ്, എന്റെ വീട്, സ്വത്ത് എല്ലാം ഒറ്റ രാത്രി കൊണ്ട് എന്നെ വിട്ടുപോയി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഇനി എന്തിനാ നല്ലവനായിട്ട് തുടർന്ന് അഭിനയിക്കുന്നേ? ഇനി എന്റെ യഥാർത്ഥ മുഖവുമായി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇതാടി ശരിക്കുള്ള ഞാൻ. എന്തേ, നിനക്ക് ഇഷ്ടമായില്ലേ? നിനക്ക് ഇഷ്ടമായാലും ഇല്ലേലും ഇതാ ഞാൻ ഇനി എനിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കും, നിന്നെ ഉൾപ്പെടെ. എന്റെ ഇനിയുള്ള വിജയം, അതിനുള്ള എന്റെ ആദ്യ പടി തന്നെ നീയാ. ശരത്ത് ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. അവന്റെ യഥാർത്ഥ മുഖം അപ്പോൾ തെളിഞ്ഞു കാണുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം കേട്ടുനിന്ന ശ്രീലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. ഋഷി, എവിടെയാ നീ? ഇവൻ എന്നെ തൊട്ടാ പിന്നെ ഞാൻ ജീവനോടെ കാണില്ല. ഋഷി, നീ എവിടെയാ? ഏകദേശം 1 മണിക്കൂറോളം വേഗത്തിൽ കാർ ഓടിച്ചാണ് ശരത്ത് ടൗണിന്റെ പുറം ഭാഗത്തെത്തിയത്. ശബ്ദമുണ്ടാക്കാതെ ഉള്ളിൽ നിന്നും ഇറങ്ങി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി. അധികം ആൾതാമസവും ഒച്ചയുമില്ലാത്ത ഒരു സ്ഥലം. അവിടെ ഒരു വീട് ശരത്ത് തനിക്കായി നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. ശ്രീലക്ഷ്മിയെയും ദേവയാനിയെയും ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് കയറെടുക്കാമെന്ന് കരുതി അവൻ കാറിന്റെ ഡോർ ശ്രദ്ധാപൂർവം ലോക്ക് ചെയ്തു. സോറി മോളെ, ഞാൻ കാരണമാണ് മോളി പ്രശ്നത്തിൽ അകപ്പെട്ടത്. ദേവയാനി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കവിളിൽ തലയോടി. ഞാൻ പറഞ്ഞതല്ലേ അവനെ വിശ്വസിക്കരുതെന്ന്. അവൻ അഭിനയിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെയല്ലേ അമ്മ ഇങ്ങനെ ചെയ്തേ? അവൾ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ ദേവയാനിയോട് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശരത്ത് കയറുമായി തിരികെ വന്ന് കാറിൽ കയറി ഇരുവരുടെയും കൈകൾ പിന്നിലേക്ക് വലിച്ച് ബലമായി ബന്ധിച്ചു. മാനസികമായി തളർന്നുപോയ ശ്രീലക്ഷ്മിക്ക് അവനോട് കൂടുതൽ പോരാടാൻ കഴിഞ്ഞില്ല. അവൾ അവന്റെ ബലത്തിനു മുൻപിൽ പോരാടാൻ പോലും കഴിയാതെ ഒരു പാവയെ പോലെ ഇരുന്നു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, നാട്ടുകാരെ ഓടി വരണേ! ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ! ദേവയാനി നിലവിളിക്കാൻ തുടങ്ങിയെങ്കിലും അധിക നേരം വേണ്ടി വന്നില്ല. അവന് വീടിന്റെ വാതിൽ തുറന്ന് അവരെ ഇരുട്ടുമുറിയിലേക്ക് വലിച്ചിഴച്ച് വാതിലടയ്ക്കാൻ വേണ്ടി. ഈ ഭാഗത്ത് 1-2 വീടുകളേ ഉള്ളൂ. പിന്നെ ഈ വീടിന്റെ എതിർവശത്തുള്ള വീട് കണ്ടിട്ടാണ് നിലവിളിച്ചതെങ്കിലും വെറുതെ ആയിപ്പോയി അമ്മായിയമ്മേ. അവിടെ ഇപ്പോ ആരും താമസിക്കുന്നില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും വരില്ല. ഞാൻ തീരുമാനിക്കുന്നത് വരെ നിങ്ങൾ 2 പേർക്കും ഇവിടെ നിന്ന് ഇനി ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. ശരത്ത് ശ്രീലക്ഷ്മിയെ അടിമുടി നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്പം മുൻപ് വരെ ശരത്തിനെ ശ്രീലക്ഷ്മിയെ കൊണ്ട് കെട്ടിക്കാമെന്ന് കരുതിയിരുന്നു ദേവയാനി. ഇപ്പോ ശരത്തിനെ നോക്കി ഭയത്തോടെ വിറയ്ക്കുകയാണ്. ശരത്തെ, നീ ഈ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമാണ്. നീ ഇനി എന്ത് ചെയ്താലും ശ്രീലക്ഷ്മി അവനെ ഡിവോഴ്സ് ചെയ്യില്ല. അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്താലും പ്രയോജനമില്ല. അവൾ ഇപ്പോഴും ഋഷിയുടെ ഭാര്യയാണ്. ദേവയാനി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് കേട്ടതും അവന്റെ ഭാവം തന്നെ മാറി. അവന് നല്ല ദേഷ്യം വന്നു. മിണ്ടിപ്പോരുത്! അവൻ അവരോടായി അലറി. നിങ്ങളെന്താ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? ഇനി നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോരുത്! അവൻ അവരെ നോക്കി ചൂണ്ടുവിരൽ കൊണ്ട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. ഇപ്പൊ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ. അപ്പോഴാ അവരുടെ കോപ്പിലൊരു ക്ലാസ്. ഞാനും ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ചല്ലോ. പക്ഷെ ഒന്നും എന്റെ വഴിക്ക് വന്നില്ല. ഞാനും നിങ്ങളെപ്പോലെ സാധാരണ ഒരു കല്യാണം ആഗ്രഹിച്ചതാ. പക്ഷേ ഞാൻ സ്നേഹിച്ച പെണ്ണ് വേറൊരുത്തനെ കെട്ടിയില്ലേ?
നീ ശരിക്കും പോലീസിനെ അറിയിച്ച് അവരെയും കൂട്ടിക്കൊണ്ടു വന്നോ? ശരത്ത് അല്പം പതർച്ചയോടെ ചോദിച്ചു. നിന്നെ പോലുള്ള പൊട്ടന്മാർക്ക് അവരാണ് നല്ലത്. ഋഷിയുടെ മറുപടി പുച്ഛം നിറഞ്ഞതായിരുന്നു. ഇനി നീ മര്യാദയ്ക്ക് രണ്ടുപേരെയും വിട്ടയച്ചില്ലെങ്കിൽ ജീവിതാവസാനം വരെ നിനക്ക് ജയിലിൽ കിടക്കാം. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്കറിയാം നീ കള്ളം പറയാണെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പേടിക്കുമെന്ന് നീ വിചാരിക്കണ്ട. എനിക്ക് ഈസിയായി ഇതിൽ നിന്നൊക്കെ ഊരിപ്പോരാം. ശരത്ത് ഭയം മറച്ചുകൊണ്ട് അവനോട് വീരവാദം മുഴക്കി. നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ സഹായിക്കാം. പക്ഷേ അവരെ വെറുതെ വിടണം. രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഭേദം ഒരാളെ കത്തി ഭീഷണിപ്പെടുത്തുന്നതല്ലേ നല്ലത്. അപ്പോ നീ അവരെ വിട്ടേക്ക്. അവർക്ക് പകരം നീ എന്നെ ബന്ധിയാക്കിക്കോ. എന്നെ കൊല്ലുമെന്ന് കാണിച്ച് നീ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടോ. ഋഷി അങ്ങനെ ഒരു ആശയം മുന്നിൽ വെച്ചതും ആകെ പതറി നിന്ന ശരത്ത് അതിനോട് അല്പം ചായ്വ് കാണിച്ചു. അതേസമയം ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ആകെ ഞെട്ടി. ഋഷി, നീ എന്താ ഈ പറയുന്നേ? അതൊന്നും വേണ്ട. നീ ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. പക്ഷേ ദേവയാനി ഉടനെ അവളെ തടഞ്ഞു. ശേ ലച്ചു, നീ എന്തൊക്കെയായി പറയുന്നേ? നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അവൻ പറയുന്ന പോലെ ചെയ്യണം. അവൻ നമ്മളെ രക്ഷിക്കട്ടെ. ഋഷി പറയുന്ന ശരി. സ്വന്തം ജീവൻ മാത്രം രക്ഷിക്കാൻ ശ്രമിക്കുന്ന തന്റെ അമ്മയെ അവൾ ദേഷ്യത്തോടെ നോക്കി. നീ അവിടെ എന്ത് നോക്കി നിൽക്കുക? പറഞ്ഞതുപോലെ ചെയ്യടാ. വേഗം ഞങ്ങളെ രക്ഷിച്ചിട്ട് നീ ഇവിടെ ഞങ്ങൾക്ക് പകരം ഇരിക്ക്, ഋഷിയോട് ദേവയാനി അമ്മ ആജ്ഞാപിച്ചു. ശരത് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴും അവന്റെ ഉള്ളിൽ മുഴുവൻ വീടിന് ചുറ്റും പോലീസ് ഉണ്ടെന്നുള്ള ഭീതിയായിരുന്നു. പോലീസ് അവിടെ വരുമ്പോൾ വർമാസ് കുടുംബത്തെയും വിവരം അറിയിച്ചിട്ടാണ് വന്നത്. ഒരു ലേഡി അസിസ്റ്റന്റ് കമ്മീഷണർ മുന്നോട്ട് വന്നു. അവളുടെ കീഴിൽ ഒരു ചെറിയ പോലീസ് സേന തന്നെ ഉണ്ടായിരുന്നു. ഏറെ വൈകാതെ മഹാദേവി വർമ്മയും കുടുംബത്തിലെ ചില പ്രധാന അംഗങ്ങളും അവിടേക്ക് വന്നു. ACP മാഡം, എന്താ ശരിക്കും സംഭവിച്ചത്? അവരിൽ ഒരാൾ ചോദിച്ചു. ശരത്തിന്റെ വീടിന് എതിർവശത്തുള്ള ഒഴിഞ്ഞ വീട്ടിൽ നിന്നും ബൈനോക്കുലറിലൂടെ നിരീക്ഷിക്കുകയായിരുന്നു പോലീസ്. ആ കിഡ്നാപ്പറിനോട് ഋഷി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വയ്യ, പോലീസുകാരൻ ആ ദൃശ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരെ തട്ടിക്കൊണ്ടുപോയ ആൾ ആരാണെന്ന് പറയാമോ? മഹാദേവി സംശയത്തോടെ ചോദിച്ചു. ആ തട്ടിക്കൊണ്ടുപോയ ആളുടെ പേര് ശരത് എന്നാ ഞങ്ങൾ അറിഞ്ഞത്. അവൻ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണല്ലേ? ACP മാഡം അവരോടായി ചോദിച്ചു. എന്താ? ശരത്തിന്റെ പേര് കേട്ടതും അവരെല്ലാവരും ഒന്നടങ്കം ഞെട്ടി. മാഡം, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? ശരത്ത് വളരെ നല്ല ചെറുക്കനാ. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, മഹാദേവി ഉറപ്പിച്ചു പറഞ്ഞു. ഇത് നിങ്ങൾക്ക് പുതിയതായിരിക്കും, പക്ഷെ സത്യമാണ്. എപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതലും വിക്ടിംസിനും ഫാമിലിക്കും അടുത്തറിയാവുന്നവരോ നല്ലവരെന്ന് കരുതുന്നവരോ ആയിരിക്കും. മാഡം, അവർ ബന്ദികളെ കൈമാറുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഋഷി അവിടെ അവർക്ക് പകരം ബന്ദിയാവും. പകരമായി ആ അമ്മയെയും മകളെയും പുറത്തുവിടാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. ബൈനോക്കുലറിലൂടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന പോലീസ് അവരുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അറിയിച്ചു. അത് നന്നായി. ഈയൊരു പ്രാവശ്യമെങ്കിലും ആ ഋഷിയെ കൊണ്ട് കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ, മഹാദേവി അല്പം പോലും മനുഷ്യത്വമില്ലാതെ പറഞ്ഞു. ശ്രീലക്ഷ്മി ഋഷിനെ അവിടെ വിട്ടു പോകാൻ സമ്മതിക്കാതെ കരയുകയും ബലം പിടിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ദേവയാനി തന്റെ സകല ബലവും ഉപയോഗിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. മിനിറ്റുകൾ പിന്നിട്ടു. ഋഷിയും ശരത്തും സംസാരിക്കുന്നത് പോലീസ് ബൈനോക്കുലറിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു. ദൈവമേ! അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നയാൾ അറിയാതെ നിലവിളിച്ചു പോയി. ഓ, നീ വലിയ ഹീറോയാണെന്നാവും നിന്റെ വിചാരം. ഇവരെയൊക്കെ നീ ഇങ്ങനെ രക്ഷിക്കാൻ ശുഷ്കാന്തി കാണിക്കുമ്പോ നീ ഒരു കാര്യം മറക്കരുത്, നീ എന്റെ അടുത്ത് പെട്ടുപോവുകയാണെന്നുള്ള കാര്യം. എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരാം. നീ ഇങ്ങോട്ട് വാടാ. ഋഷിയുടെ പ്ലാൻ വർക്കൗട്ട് ആയതുപോലെ ശരത്ത് അവനെ ബന്ദിയാക്കി അവരെ പുറത്തുവിടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഋഷി ഒരു മടിയും കൂടാതെ വേഗം അവന്റെ അരികിലേക്ക് ചെന്ന് രണ്ട് കൈയും പൊക്കിപ്പിടിച്ചു. ഋഷിയുടെ കഴുത്തിനടുത്തേക്ക് കത്തി പിടിച്ചുകൊണ്ട് ശരത്ത് ശ്രീലക്ഷ്മിയെ തന്റെ പിടിയിൽ നിന്നും മോചിതയാക്കി. ദേവയാനിയുടെ കൈകൾ രണ്ടും സ്വതന്ത്രമാക്കപ്പെട്ടിരുന്നു. അതോടെ അവർ ശ്രീലക്ഷ്മിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ കവിളിൽ സിഗരറ്റിന്റെ പൊടി പറ്റിയ ഒരു കൈയടയാളം ഋഷി കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ശരത്ത് ചെയ്തതാണ് അതെന്ന് അവന് മനസ്സിലായി. ആ നിമിഷം ഋഷിയുടെ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം ആരും കണ്ടില്ല. അമ്മേ, പ്ലീസ് വിടന്നെ,
എനിക്ക് പോണ്ട. നമ്മളെ രക്ഷിച്ചതുകൊണ്ടാ ഋഷി ഇപ്പോ ഈ ഭ്രാന്തന്റെ മുമ്പിൽ പെട്ടത്. ഋഷി അവിടെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എന്റെ കൈ വിടമ്മ. ഋഷിയെ അവൻ വല്ലതും ചെയ്താലോ? ശ്രീലക്ഷ്മി കണ്ണീരോടെ പറഞ്ഞു. എന്നാൽ അതൊന്നും ദേവയാനിയെ ഒരു തരത്തിലും ബാധിച്ചില്ല. അതിനല്ലേ ഇവിടെ പോലീസ് നിൽക്കുന്നത്. അവനെ രക്ഷിച്ചോളും. നീ വെറുതെ ഒക്കാത്ത പണിക്ക് പോവരുത്. അവന് കുഴപ്പമൊന്നും വരില്ല. നീ ഇങ്ങോട്ട് വന്നേ. ദേവയാനി അതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയെ ബലമായി തന്നെ ആ വീട്ടിനുള്ളിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്കിറക്കി. പുറത്തിറങ്ങിയപ്പോൾ മഹാദേവിയും മറ്റ് ബന്ധുക്കളും ചുറ്റും നിൽക്കുന്നത് അവർ കണ്ടു. ദേവയാനി, ശ്രീലക്ഷ്മി, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മഹാദേവി ആശങ്കയോടെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലമ്മേ. ദേവയാനി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ വാ, നമുക്ക് പോവാം. ഈ സ്ഥലം അത്ര സേഫ് അല്ല. നമുക്ക് പെട്ടെന്ന് പോവാം. മുത്തശ്ശി അവരോടായി അത് പറയുമ്പോഴേക്കും ഒരു കാർ അവർക്ക് മുമ്പിലേക്ക് വന്നിരുന്നു. മുത്തശ്ശി, ഋഷി അവൻ അകത്തുണ്ട്. അവനെ രക്ഷിക്കണം, എന്റെ ഋഷി. ശ്രീലക്ഷ്മി മനസ്സ് കൈവിട്ടവരെ പോലെ കരഞ്ഞുകൊണ്ട് പുലമ്പി. പക്ഷേ മഹാദേവി അത് കേൾക്കാത്തതുപോലെ അവിടെ നിന്നു. മിണ്ടാതിരിക്കില്ലച്ചു. അവൻ മുത്തശ്ശിയോട് എങ്ങനെയാ പെരുമാറിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ നിൽക്കുന്ന പോലീസുകാർ പോലും മുത്തശ്ശിയോട് ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കൂ. അവൻ ഒരുത്തനാ അവിടെ മുത്തശ്ശിക്ക് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ദേവയാനി അടക്കിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ തടഞ്ഞു. പക്ഷെ അമ്മേ, ശ്രീലക്ഷ്മി എന്തോ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവളെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ ദേവയാനി മുന്നിൽ വന്ന കാറിനുള്ളിലേക്ക് അവളെ പഴന്തുണി കെട്ടുപോലെ വലിച്ചിട്ടു. സ്വന്തം കാര്യം നോക്കടി, ദേവയാനി പറഞ്ഞു. അവിടെ അടുത്തുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണറെ നോക്കി മഹാദേവി തങ്ങൾ പോവുകയാണെന്ന കാര്യം അറിയിച്ചു. അകത്ത് ബന്ദിയാക്കപ്പെട്ട വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ അംഗമല്ലേ? ACP ചോദിച്ചു. ഹേയ്, അല്ല, അവന് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല, മഹാദേവി കടുത്ത സ്വരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. രാവിലെ മുതൽ ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന സമ്മർദ്ദം കാരണം അത്രയും നേരം അടക്കി നിർത്തിയിരുന്ന കരച്ചിലൊക്കെ ആ നിമിഷം ശ്രീലക്ഷ്മിയിൽ നിന്നും പുറത്തേക്ക് വന്നു. തന്റെ നിസ്സഹായത ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു. എന്താടാ, നിന്റെ ഭാര്യ സുരക്ഷിതമായി അങ്ങ് പുറത്തിറങ്ങിയത് കണ്ടാണോ ഇപ്പൊ നിന്റെ മുഖത്ത് ഈ അഹങ്കാരം? പക്ഷേ എന്റെ കയ്യിലെ കത്തി നിന്റെ കഴുത്തിലുണ്ടെന്നുള്ളത് നീ മറന്നു. ശരത്തിന്റെ ഭീഷണി കേൾക്കെ ഋഷി അവനെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി. മുകളിലായി ഉയർത്തിയ കൈകൾ താഴ്ത്തിയിട്ടുകൊണ്ട് ഋഷി പെട്ടെന്ന് ശരത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞുകൊണ്ട് തന്റെ 2 കൈകളും നീട്ടി. എടാ, നീ എന്തായി കാണിക്കുന്നേ? പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് ശരത്ത് ഒരടി പിന്നോട്ട് പോയി. പക്ഷേ ഋഷി അവന് ഒന്നും ചെയ്തില്ല. പകരം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്റെ ഫുൾ കൈ ഷർട്ട് കൈമുട്ടുവരെ സ്റ്റൈലിഷായിട്ട് മടക്കാൻ തുടങ്ങി. അവന്റെ ആ പ്രവൃത്തിയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ശരത്തിന് അറിയില്ലായിരുന്നു. അവൻ ടെൻഷനോടെ കത്തി കൈയിൽ മുറുകെ പിടിച്ചു. ഋഷി ചുറ്റും നോക്കി. തൊട്ടടുത്ത ഒരു കസേര കിടക്കുന്നു. അവൻ ഒരു കൈകൊണ്ട് അത് വലിച്ച് തന്റെ അടുത്തേക്കിട്ടുകൊണ്ട് കാലിന്മേൽ കാല് കയറ്റി അല്പം അഹങ്കാരത്തോടെ തന്നെ ഇരുന്നു. ഡാ, എന്താണ് നീ കാണിക്കുന്നത്? നീ ഇന്ന് ഇവിടുന്ന് ജീവനോടെ പോവില്ല. ധൈര്യം സംഭരിച്ചുകൊണ്ട് ശരത്ത് കത്തിയെടുത്ത് ഋഷിയെ കുത്താൻ പോയി. ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് നീ എങ്ങനെ ഒന്നുമില്ലാത്തവനായെന്ന് നീ ചിന്തിച്ചില്ലേ ശരത്തെ? ഋഷിയുടെ ചോദ്യം മുന്നോട്ടേക്ക് കത്തിയും കൊണ്ടുവന്ന ശരത്തിനെ പിടിച്ചു നിർത്തിയതുപോലെ നിശ്ചലമാക്കി. നീ നീ അതെങ്ങനെ അറിഞ്ഞു? അവൻ ശബ്ദമിടറിയതുപോലെ ചോദിച്ചു. ശരത്ത് ആരോടും അക്കാര്യം പറഞ്ഞിരുന്നില്ല. അല്പം മുമ്പ് ദേഷ്യം വന്നപ്പോൾ അവൻ ശ്രീലക്ഷ്മിയോട് അക്കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. അതല്ലാതെ ഇത് മറ്റൊരാൾ പോലും അറിഞ്ഞിരുന്നില്ല. ശരത്ത് ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി. ഇന്ദ്രപ്രസ്ഥ നിന്നോട് പറഞ്ഞിരുന്നോ ഇനി നീയുമായി ഒരു ബിസിനസ് ഉണ്ടാകില്ലെന്ന്? പകച്ചു നിൽക്കുന്ന അവനോട് അടുത്ത ചോദ്യം കൂടി ഋഷി ചോദിച്ചു. അതോടെ കത്തി പിടിച്ച ശരത്തിന്റെ കൈ താനേ താഴ്ന്നു. അങ്ങനെ പെട്ടെന്ന് നിന്നോട് ഇത് പറയണമെങ്കിൽ ആ കുടുംബത്തിൽ ആരെയോ നീ വെറുപ്പിച്ചെന്ന് തോന്നുന്നല്ലോ. ഋഷി ചോദിച്ചത് കേട്ട് ശരത്ത് ഒന്നും മിണ്ടിയില്ല. അതാരാണെന്ന് നിനക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? വീണ്ടും ഋഷിയുടെ ചോദ്യം ശരത്തിന്റെ തല കുനിപ്പിച്ചു. അതേസമയം എതിർ കെട്ടിടത്തിൽ നിൽക്കുന്ന ACP ഈ കാഴ്ചയൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. അവിടെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് തട്ടിക്കൊണ്ടുപോയയാൾ ഇപ്പൊ ബോധം കെട്ട് വീഴുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഓൺ പൊസിഷനിൽ നിൽക്കണം, ജാഗ്രതയോടെ. എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടായാൽ മുട്ടിന് താഴെ വെടിവെക്കുക. പക്ഷേ കത്തിമുനയിൽ നിന്ന ആൾ ഇപ്പോ എങ്ങനെയാ കസേരയിലിരിക്കുന്നേ?
അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ACPക്കും വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശരത്ത് തീർത്തും പരിഭ്രമത്തോടെ ഋഷിയെ നോക്കി ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ലെങ്കിൽ വേറെ ആരാ ശരത്തെ അറിയുന്നേ? കാരണം നിന്നെ ദ്രോഹിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ ആൾ ഞാനാണല്ലോ, ഋഷി ഗൗരവത്തോടെ പറഞ്ഞു. ശരത്തിന്റെ കയ്യിൽ നിന്നും കത്തി തെന്നി താഴെ വീണു. കുടുംബത്തിൽ നിന്നും ഇറക്കി വിട്ടത് കാരണം സ്വന്തമായി തന്റെ പേരിൽ അറിയപ്പെടാതെ അവന്റെ വീട്ടുപേരും കാര്യങ്ങളും വെളിപ്പെടുത്തില്ലെന്ന് ശബ്ദം ചെയ്തിരുന്ന ഋഷി അവന്റെ പ്രതിജ്ഞ പൂർത്തീകരിച്ച ശേഷം ഇന്ന് ആദ്യമായി തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തി. ഹായ് സർ, നിങ്ങൾക്ക് എന്ത് ഫ്ലാറ്റാണ് വേണ്ടത്? 3 BHK വേണോ അതോ 4 BHK വേണോ? ചിരിയോടെ അതും പറഞ്ഞവർ ഒരു കാറ്റലോഗ് അവന് കൊടുത്തു. ഋഷി അതിൽ നോക്കി നിൽക്കെ എൻട്രൻസിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് 2 പേർ ഇറങ്ങി. അതോടെ ഋഷിയുടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീയുടെ ശ്രദ്ധ അവരിലേക്ക് പോയി. സാർ അതൊന്ന് നോക്കൂ, ഞാൻ അപ്പോഴേക്കും വരാം. ഋഷിയോട് അതും പറഞ്ഞ് ആ സ്ത്രീ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയവരുടെ അടുത്തേക്ക് നടന്നു. ഋഷി, താനെന്താ ഇവിടെ? പിന്നിൽ നിന്നും ആവേശം നിറഞ്ഞ ശബ്ദം കേട്ട് ഋഷി തലയുയർത്തി നോക്കി. തന്റെ പിന്നിലായി നിന്ന ശ്രീലക്ഷ്മിയെ കണ്ട് അവന്റെ കണ്ണൊന്ന് വിടർന്നു. ദൈവമേ, ശ്രീലു പെട്ടെന്ന് ഇതെങ്ങനെ ഇവിടെ വന്നേ? ഇതിനിപ്പോ എന്തെങ്കിലും പറഞ്ഞ് ഡീല് ചെയ്യണമല്ലോ. ശ്രീലക്ഷ്മിയെ നോക്കി ഋഷി മനസ്സിലോർത്തു. ഞാൻ ഇവിടെ ഒരു ജോബ് നോക്കാൻ വന്നതായിരുന്നു. പരിഭ്രമം നിറഞ്ഞ ചിരിയോടെ അതും പറഞ്ഞ് ഋഷി ശ്രീലക്ഷ്മിയുടെ അടുത്ത് നിന്ന ആളെ സംശയത്തോടെ നോക്കി. ആഹാ, എന്നിട്ട് ഇന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോഴും താൻ ഇങ്ങനെ ഒരു ജോബിന്റെ കാര്യത്തിന് ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. ശ്രീലക്ഷ്മി പെട്ടെന്ന് ഓർത്ത പോലെ ഋഷിയോട് തിരക്കി. ജോലി കിട്ടുമെന്ന് അത്രയും ഉറപ്പ് തോന്നിയില്ല ശ്രീലു. പിന്നെ കിട്ടുവാണെങ്കിൽ തനിക്കൊരു സർപ്രൈസ് തരാമല്ലോന്നും ഓർത്തു. ഋഷി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതൊക്കെ വിധിയുള്ളതാണെങ്കിൽ കിട്ടും ഋഷി. ശരി, അത് വിട്. എങ്ങനെയാ വന്നത്? ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. തന്റെ വീട്ടിലേക്ക് വരില്ല എന്ന ഋഷിയുടെ തീരുമാനത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രീലക്ഷ്മിക്കായില്ല. അവന്റെ കാര്യമോർത്ത് അവൾക്ക് സങ്കടമായെങ്കിലും അവൻ ജോലി നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് അവളിൽ പ്രതീക്ഷയുണ്ടാക്കി. 2 ദിവസമായി അവനെ കാണാത്തതിൽ അതിയായ വിഷമം തോന്നിയിരുന്നു അവൾക്ക്. ശ്രീലക്ഷ്മി, ഇതാരാണ്? ശ്രീലക്ഷ്മിക്ക് അരികിൽ നിന്നയാൾ ഋഷിയെ നോക്കി അവളോട് ചോദിച്ചു. സോറി ഗൗതം, ഞാൻ മറന്നു. ഇതാണ് ഋഷിൻ, എന്റെ ഹസ്ബൻഡ്, അവൾ പരിചയപ്പെടുത്തി. ഓ, മറ്റേ ഒന്നിനും കൊള്ളാത്ത, ഐ മീൻ തന്റെ ഭർത്താവ്, അവൻ ഒരു തരം പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. ശ്രീലു, ഈ സാർ ആരാണാവോ? ഇത് ഗൗതം, മഹാദേവി മുത്തശ്ശിയെ അറിയുന്ന ആളാ. ആൻഡ് മുത്തശ്ശിക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോ അതിന് സഹായിക്കാൻ എന്നെയും ഇങ്ങോട്ട് അയക്കാൻ അമ്മ പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ഋഷിക്ക് അവൾ പറയാതെ തന്റെ അനിഷ്ടം പറഞ്ഞത് മനസ്സിലായി. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ആന്റി മറ്റെന്തോ ഉദ്ദേശത്തോടെ ശ്രീലുവിന് അയച്ചതുപോലെ തോന്നുന്നല്ലോ. അല്ലാതെ ശ്രീലു അവരെ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഋഷി ചിന്തിച്ചു. അല്ല ഋഷിൻ, നീയും ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ വന്നാണോ? ഗൗതം ചോദിച്ചു. അവരെ നോക്കി നിന്നിരുന്ന ജോലിക്കാരിൽ ഒരാൾ അത് കേട്ട് പറഞ്ഞു. അതെ സർ, അദ്ദേഹം ഫ്ലാറ്റ് വാങ്ങാൻ വന്നതാ. ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ അവനെ നോക്കി. ഓ, പക്ഷെ ഋഷിൻ, ഇവിടെ മിനിമം റേറ്റ് എത്രയാണെന്ന് തനിക്കറിയോ? ഗൗതം പുച്ഛത്തോടെ ചോദിച്ചു. ഋഷിക്ക് അവൻ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലായി. അവനത് കേൾക്കെ ദേഷ്യം തോന്നിയെങ്കിലും അതെല്ലാം സമർത്ഥമായി മറച്ചുകൊണ്ട് ഋഷി പുഞ്ചിരിച്ചു. എല്ലാത്തിന്റെയും കൂടെ റേറ്റ് ആണോ താൻ ചോദിച്ചത്? ഋഷിയുടെ ആ ചോദ്യം കേട്ട് ഗൗതം സംശയിച്ചു. അപ്പോഴേക്കും ശ്രീലക്ഷ്മിയുടെ ഫോൺ റിങ് ചെയ്തു. അത് കാരണം അവൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അല്പം മാറി നിന്നു. ദേവയാനി അമ്മയായിരുന്നു അവളെ വിളിച്ചത്. മോളെ ലച്ചു, വർക്ക് കഴിഞ്ഞോ? അപ്പാർട്ട്മെന്റ് നോക്കാൻ പോയോ നീ? ദേവയാനി അമ്മ താല്പര്യത്തോടെ ചോദിച്ചു. അമ്മേ, എനിക്ക് ഓഫീസിൽ എത്ര വർക്ക് ഇൻകംപ്ലീറ്റ് ആയി കിടക്കുവാന്ന് അമ്മയ്ക്കറിയോ? എന്നിട്ട് അതെല്ലാം വിട്ട് ഒരു സ്ട്രേഞ്ചറിന്റെ കൂടെ എന്തിനാ അപ്പാർട്ട്മെന്റ് നോക്കാനെന്ന് പറഞ്ഞ് ചുമ്മാ എന്നെ വിട്ടത്? ശരിക്കും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നോട് ജസ്റ്റ് അപ്പാർട്ട്മെന്റ് നോക്കാൻ ഹെൽപ്പ് ചെയ്യാനല്ലേ പറഞ്ഞത്. അതിനെന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മുത്തശ്ശിക്ക് കൂടെ വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ നിന്നോട് പോവാൻ പറഞ്ഞത്. നിനക്കെന്താ ഇതും ചെയ്യാൻ വയ്യേ? ദേവയാനിയും ദേഷ്യത്തോടെ ചോദിച്ചു. അമ്മേ, സഹായിക്കാൻ ഇത്ര ഉത്സാഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് വന്നൂടായിരുന്നോ? ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്നെ പുഷ് ചെയ്ത് അയക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് അതുപോലെ ഒരാളുടെ കൂടെ. ഋഷിയോട് ഗൗതം സംസാരിച്ച രീതി മനസ്സിൽ വെച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു. ഓ, ഈ ഒറ്റ തവണയ്ക്കല്ലേ, ഒന്ന് ക്ഷമിക്ക്.
എന്ന് പറഞ്ഞ് ദേവയാനി ഫോൺ കട്ട് ചെയ്തു. അതേസമയം ശ്രീലക്ഷ്മി കോൾ വന്നു പോയപ്പോൾ ഗൗതം ഋഷിയെ കണ്ണുരുട്ടി നോക്കി. ശേഷം പുറകിലുള്ള ജോലിക്കാരുടെ നേരെ തിരിഞ്ഞു. ഇവിടെ ആരെങ്കിലും ഫ്ലാറ്റ് വാങ്ങാൻ വന്നാ അവൻ ആ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ചെക്ക് ചെയ്യില്ലേ? എന്തിനാ ഇവനെ പോലുള്ള പൊട്ടന്മാർക്ക് വേണ്ടി സമയം കളയുന്ന? ഇവിടെ ഫ്ലാറ്റിന്റെ മിനിമം റേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഓടിപ്പോയേനെ. ഇല്ല സർ, കസ്റ്റമറായി ആര് വന്നാലും ഉത്തരം പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഗൗതമിനെ നോക്കി അവർ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. നിന്റെ പേര് ഋഷിനല്ലേ? മഹാദേവി മാം നിന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് താനും ശ്രീലക്ഷ്മിയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോ 2 വർഷത്തിലേറെ ആയില്ലേ? ഗൗതം ചോദിച്ചു. അവൻ ഇനി ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് ഋഷിക്ക് ഏകദേശം മനസ്സിലായി. അതറിഞ്ഞിട്ട് തനിക്കെന്താ? ഇതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നേ? ഋഷി ചോദിച്ചു. എത്രയും പെട്ടെന്ന് നീ എല്ലാം അറിയും ഋഷി, പരിഹാസത്തോടെ ഗൗതം പറഞ്ഞു. ശരി, ഞാൻ അറിയുന്നത് വരെ കാത്തിരിക്കാം, ഋഷി കൂസലേതുമില്ലാതെ പറഞ്ഞു. ഇവിടുത്തെ ഫ്ലാറ്റ് വിൽക്കുന്നവയാണ്, അല്ലാതെ വാടകയ്ക്ക് കൊടുക്കുന്നവയല്ല. തനിക്ക് സ്ഥലം അറിയാൻ തോന്നുന്നു. ബട്ട് ഡോണ്ട് വറി, ഈ സിറ്റിയുടെ മൂലയിൽ വാടകയ്ക്ക് വീടെന്ന ബോർഡ് ഞാൻ കണ്ടു. അതൊരു ചെറിയ വീടാണ്, അതുകൊണ്ട് വാടക കുറവായിരിക്കും. പക്ഷേ അതും തനിക്ക് കൊടുക്കാൻ പറ്റുന്ന റേഞ്ചിൽ വരുന്ന റെന്റ് ആണോന്ന് അറിയില്ല. ഗൗതമിന്റെ പരിഹാസം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി. താൻ ഇവിടുത്തെ ഓണറാണോ? മാനേജറോ അങ്ങനെ ആരെങ്കിലും ആണോ? ഋഷി ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, ഞാൻ ഇവിടുത്തെ മാനേജറാണ്, ഗൗതം അഭിമാനത്തോടെ പറഞ്ഞു. കൊള്ളാം, ഋഷി ചിരിയോടെ പറഞ്ഞു. അവനെ നന്നായി ഒന്ന് നോക്കിയ ശേഷം ഋഷി തന്റെ ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തു. ഹേയ് ശ്രീലു! പെട്ടെന്ന് മറ്റൊരു പുതിയ ശബ്ദം അവിടെ ഉയർന്നു. തന്റെ അമ്മയോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഋഷിയുടെ അരികിലേക്ക് വന്ന ശ്രീലക്ഷ്മി അത് കേട്ടു. ആരാ ഇപ്പൊ വിളിച്ചത്? സ്വയം ചോദിച്ചുകൊണ്ട് തിരിഞ്ഞ ശ്രീലക്ഷ്മി മീനാക്ഷി അവിടെ നിൽക്കുന്നത് കണ്ടു. ആഹാ, മീനാക്ഷി! വാട്ട് എ സർപ്രൈസ്! ശ്രീലക്ഷ്മി അവളെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. ആരാ ശ്രീലക്ഷ്മി ഇത്? അത് കാണേ ഗൗതം ചോദിച്ചു. അവൻ ഇങ്ങനെ ചോദിക്കുന്നത് അവളെ ഒരു വിധത്തിൽ അലോത്സരപ്പെടുത്തിയെങ്കിലും ബഹുമാനത്തോടെ ശ്രീലക്ഷ്മി സംസാരിച്ചു. ഇതെന്റെ ഫ്രണ്ട് മീനാക്ഷി. ആ സമയം ഋഷി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, ഞാൻ അവിടെ എത്തി. അപ്പോഴാണ് മീനാക്ഷിയെ ഋഷി കണ്ടത്. ഹായ് ഋഷി സാർ, താനിവിടെ ഉണ്ടായിരുന്നോ? അവനെ കണ്ടതും അവൾ വേഗം ചോദിച്ചു. ഋഷി അവളുടെ നേരെ ഒന്ന് ചിരിയോടെ തലയാട്ടി കാണിച്ച് ഫോണിൽ സംസാരം തുടർന്നു. മീനാക്ഷി പെട്ടെന്ന് ഋഷിയോട് മാന്യമായി സംസാരിക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മിക്ക് അത്ഭുതം തോന്നി. ഹായ് ഡിയർ, എന്നെ പ്രത്യേകം ഗ്രീറ്റ് ചെയ്യണം, കാരണം ഞാനാണ് ഇവിടെ മാനേജർ. അതിനിടയിൽ ഗൗതം തമാശ പോലെ പറഞ്ഞു. എന്നിട്ട് അവൻ ഷേക്ക് ഹാൻഡിനായി മീനാക്ഷിക്ക് നേരെ കൈനീട്ടി. പക്ഷേ അവൾക്ക് ഗൗതമിനെ ഇഷ്ടമായില്ല. അതുകൊണ്ട് അവൾ തന്റെ കൈ കൂപ്പി നമസ്കാരം പറഞ്ഞു. ശ്രീലക്ഷ്മിക്ക് അത് കണ്ട് ചിരി വന്നെങ്കിലും അപ്പോഴേക്കും അവളുടെ ഓഫീസിൽ നിന്ന് അവൾക്കൊരു എമർജൻസി കോൾ വന്നു. സോറി ഗൗതം, എനിക്കിപ്പോൾ അർജന്റായി ഓഫീസിൽ പോകണം. ഞാൻ വേറെ ദിവസം വന്ന് ഇത് നോക്കാം, ബൈ എന്നും പറഞ്ഞ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഋഷിയോട് ആംഗ്യം കാണിച്ച് അവൾ അവിടെ നിന്നും പോയി. അവൾ പോയപ്പോൾ ഋഷിയും മീനാക്ഷിയും ഗൗതമിനെ നോക്കി. എന്താ, നിനക്കിതുവരെ പോവാനായില്ലേ? ഇവിടുത്തെ ഫ്ലാറ്റുകൾ നിന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? ശ്രീലക്ഷ്മി പോയപ്പോൾ ഗൗതം ഋഷിയെ നോക്കി പറഞ്ഞു. മിസ്റ്റർ ഗൗതം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരിക്കലും എന്റെ ബഡ്ജറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഇപ്പോഴും ഫ്ലാറ്റ് നിരക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. ഋഷി പുച്ഛത്തോട് അവനോട് പറഞ്ഞു. റേറ്റ് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് കേട്ടാ നീ ഇവിടെ തല കറങ്ങി വീഴും. പിന്നെ നിന്നെയും പൊക്കി ഹോസ്പിറ്റലിൽ പോവാനൊന്നും എനിക്ക് വയ്യ. ഗൗതം അതിലേറെ പുച്ഛത്തോടെ പറഞ്ഞു. ഓവർ എക്സാജറേഷൻസ് കൊടുക്കാതെ റേറ്റ് എന്താന്ന് വെച്ചാ പറ. അസ്വസ്ഥനായി ഋഷി പറഞ്ഞു. അതറിഞ്ഞിട്ട് നീ എവിടുന്ന് പൈസ കണ്ടെത്തി വാങ്ങുന്ന? നിന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് പണം മോഷ്ടിക്കാൻ പോവാണോ? വെയിറ്റ്, ബട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ കേട്ടല്ലോ. ഗൗതമിന്റെ സ്വരത്തിൽ പരിഹാസം വ്യക്തമായിരുന്നു. അതുവരെ ക്ഷമയോടെ നിന്ന ഋഷിക്ക് അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു തുടങ്ങി. നീയാണ് ഇവിടുത്തെ മാനേജർ എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും, ആൻഡ് യു ഷുഡ് ആൻസർ മീ. ഇവിടുത്തെ ഏറ്റവും നല്ല ഫ്ലാറ്റ് ഏതാണ്? ഋഷി ചോദിച്ചു. ശേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മഹാദേവി മുത്തശ്ശിയും ദേവയാനി ആന്റിയും പറഞ്ഞു നിനക്കൊരു കഴിവുമില്ലെന്ന്. ഗൗതം ദേവയാനിയെ ആന്റി എന്ന് വിളിച്ചതും എവിടെയോ ഒരു കെണി ഒരുങ്ങുന്ന പോലെ ഋഷിക്ക് തോന്നി. ഓ, അപ്പോ കഥ അങ്ങനെയാണ്. ഇത്
ശ്രീലക്ഷ്മി അറിയാതെ നടത്തുന്ന ഒരു പ്ലാനാണെന്ന് മനസ്സിലാക്കി ഋഷി ഓർത്തു. അപ്പോഴേക്കും ഗൗതം ഹാളിന്റെ നടുവിൽ വെച്ചിരുന്ന ഒരു കെട്ടിട മാതൃക ചൂണ്ടിക്കാണിച്ചു. ഇത് SR അപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ ഹൈടെക് സൗകര്യങ്ങളും ഉണ്ട്. മുകളിലത്തെ നിലയിലെ 2 നിലകൾ വളരെ പ്രത്യേകമായി ചെയ്തതാണ്. അതാണ് ഈ കെട്ടിടത്തിന് ഇത്രയും വിലയുള്ളത്. 80 കോടി. നിനക്കതൊക്കെ സ്വപ്നം കാണാനെങ്കിലും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ പരിഹാസത്തോടെ ഋഷിയോട് ചോദിച്ചു. അത് കേട്ട് ദേഷ്യം വന്ന മീനാക്ഷി എന്തോ പറയാൻ വന്നതും ഋഷി അവളെ തടഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ ഗൗതം വാതിലിന് നേരെ ചൂണ്ടി. ഞാൻ ആദ്യമേ പറഞ്ഞതാ നിനക്കിതൊന്നും വാങ്ങാൻ പറ്റില്ലെന്ന്. സോ ഇനിയും വെറുതെ ഇവിടെ നിന്ന് എന്റെ ടൈം കളയാതെ ആ ഡോറ് കണ്ടോ, ആ വഴിക്കങ്ങ് ചെല്ല്. ഋഷി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എപ്പോഴാണ് ഞാൻ അത് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? ഋഷി ആ ചിരിയോടെ തന്നെ ചോദിച്ചു. ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? 80 കോടിയാണ് ഇതിന്റെ റേറ്റ്, അല്ലാതെ 8 ലക്ഷം അല്ല. ആ 8 ലക്ഷം തന്നെ കിട്ടാൻ നീ എവിടെ നിന്നെല്ലാം കടം വാങ്ങണം? ഗൗതം ക്ഷമ നശിച്ച പോലെ പറഞ്ഞു. ഋഷി പക്ഷേ അവനെ ശ്രദ്ധിക്കാതെ തന്റെ പോക്കറ്റിൽ നിന്ന് ബ്ലാക്ക് കാർഡ് എടുത്തു. തന്റെ അടുത്ത് നിന്നിരുന്ന ലേഡി സ്റ്റാഫിന് കൊടുത്തു. ആ ലേഡി സ്റ്റാഫ് കാർഡ് വാങ്ങണോ വേണ്ടയോ എന്നറിയാതെ നിന്നുപോയി. ബ്ലാക്ക് കാർഡ്? ഇത് നിനക്കെങ്ങനെ? വെയിറ്റ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ആർ യു ട്രൈങ് ടു ഫൂൾ അസ്? സോറി സർ, നിങ്ങളെ വെയിറ്റ് ചെയ്യിച്ചതിന് സോറി. നിങ്ങൾ പറഞ്ഞതുപോലെ ബില്ല് സെറ്റിലായിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും എല്ലാം വേഗത്തിൽ ശരിയാക്കാം സർ. എങ്ങനെ പോയാലും എല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡിയാകും. അത് കഴിഞ്ഞാൽ ഇന്നു മുതൽ മുകളിലത്തെ 2 നിലകളുടെ ഉടമ താങ്കളായിരിക്കും. ആ ഫ്ലാറ്റ് വിറ്റാൽ സ്റ്റാഫിന് ഒരു ഭീകര തുക കമ്മീഷനായി ലഭിക്കുമായിരുന്നു. അതിനാൽ ആ ലേഡി സ്റ്റാഫ് വളരെ സന്തോഷത്തിലായിരുന്നു. പ്രത്യേകിച്ച് മാനേജർ ഇടപെട്ട് മുടക്കാൻ നോക്കിയ സംഭവം ആയതുകൊണ്ട് അയാൾക്കുള്ള കമ്മീഷൻ കൂടെ അവർക്ക് കിട്ടുമായിരുന്നു. വാട്ട്? നീ എന്താ ഇപ്പൊ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഗൗതം ആ സ്റ്റാഫ് ലേഡിയോട് ചോദിച്ചു. അദ്ദേഹം തന്ന കാർഡിൽ ആവശ്യത്തിന് പണമുണ്ടായിരുന്നു. അതുകൊണ്ട് ബില്ല് സെറ്റിൽ ചെയ്തു. ഇനി അദ്ദേഹത്തിന് വേണ്ടി ആ 2 നിലകളും രജിസ്റ്റർ ചെയ്യണം. ലേഡി സ്റ്റാഫ് സമാധാനത്തോടെ കാര്യം ഗൗതമിന് പറഞ്ഞു കൊടുത്തു. അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നോക്കി നിന്നവരെല്ലാം അതോടെ ഗൗതമിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്തോ അത് കാണേ ഗൗതമിന് വല്ലാതെ നാണക്കേട് തോന്നി. ഓക്കെ മിസ്റ്റർ ഗൗതം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഗൗതമിനെ നോക്കി ഋഷി പരിഹാസത്തോടെ ചോദിച്ചു. ഋഷി, ഈ ഗൗതം കുറച്ചു മുമ്പ് എന്തോ ഒരു കാര്യം ചോദിച്ചില്ലേ? തനിക്ക് നാണം മാനം ഇതൊക്കെ ഉണ്ടോന്ന് ഓർമ്മയില്ലേ? അവനെ വെറുതെ വിടാൻ മനസ്സില്ലാതെ മീനാക്ഷി ചോദിച്ചത് കേട്ട് ഋഷി ഉണ്ടെന്ന് ചിരിയോടെ തലയാട്ടി. അപ്പോ എനിക്കൊരു ഡൗട്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ അവനുണ്ടോ? അതിപ്പോ ഇല്ലാത്ത പോലുണ്ടല്ലോ. മീനാക്ഷി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, നീ ഏതാടി? ഓവറായി സംസാരിക്കല്ലേ. ഇപ്പോഴും ഞാൻ ഈ ഫ്ലാറ്റിന്റെ മാനേജറാണ്. ഞാൻ വിചാരിച്ചാൽ. ഗൗതം എന്തോ പറയാൻ ഒരുങ്ങിയതും ആ കെട്ടിടത്തിന്റെ മുൻപിലെ ഡോർ തുറക്കുന്ന ശബ്ദം അവനെ തടഞ്ഞിരുന്നു. അകത്തേക്ക് വന്നയാൾ നേരെ പോയി ഗൗതമിന്റെ മുന്നിലായിരുന്നു ചെന്ന് നിന്നത്. ഹലോ മിസ്റ്റർ ഗൗതം, നിങ്ങൾക്കിനി ഈ ഫ്ലാറ്റിന്റെയോ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കീഴിലെ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയില്ല. അതായത് ഇന്നു മുതൽ താൻ ഇവിടുത്തെ മാനേജർ അല്ല. സോ സാലറിയിൽ ബാക്കിയുള്ളത് വാങ്ങിച്ച് എത്രയും വേഗം ഇവിടം വിട്ടോളൂ. ആ ID കാർഡ് കൂടി തന്നേക്ക്. അയാൾ ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ ഗൗതമിനോടായി പറഞ്ഞു. GM സർ, നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഐ സെഡ് വാട്ട് ഐ സെഡ്. നിന്നെ ഇവിടുന്ന് സെക്യൂരിറ്റി കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയുന്നതിന് മുൻപേ പോകുന്നതാ നിനക്ക് നല്ലത്. നിന്റെ പണ്ടത്തെ ആ സ്വഭാവവും വ്യക്തിത്വവും ഓർത്ത് അല്പ സ്നേഹം ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഞാൻ പറയുക. ഇനിയും നിന്നെ ഇവിടെ നിർത്തിയാൽ അത് മുഴുവൻ കമ്പനിക്ക് എന്നെ ചീത്തപ്പേരാവും. ഇപ്പൊ തന്നെ കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാതെ നീ ഓരോന്നും വിളിച്ചു പറഞ്ഞ് ഈ വന്ന VIP കസ്റ്റമർ ഇപ്പൊ പോയനെ. ഇനിയൊന്നും ഗൗതമിനോട് അയാൾക്ക് പറയാനില്ലായിരുന്നു. അയാൾ ചെന്ന് അവന്റെ ID കാർഡ് ഊരി വാങ്ങിച്ചു. പിന്നീട് ഋഷിയുടെ അടുത്തേക്ക് നടന്നു. സോറി സർ, ഞങ്ങളുടെ എംപ്ലോയി ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആൻഡ് ഹീസ് നോ മോർ അവർ എംപ്ലോയി. അയാൾ ഭവ്യതയോടെ പറഞ്ഞു. കുറച്ചു നേരം ആശയക്കുഴപ്പത്തിൽ നിന്നുപോയ ഗൗതം പയ്യെ എന്തോ ഓർക്കെ തലയുയർത്തി. അവന്റെ ചുണ്ടിൽ ഒരുതരം പുച്ഛം നിറഞ്ഞിരുന്നു. ബാലചന്ദ്രൻ സാറേ, എന്നെ അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ല. നിങ്ങൾ വിചാരിച്ചാ
എന്നെ ഈ കമ്പനിയിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല. ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ബാഹുലയൻ എന്റെ അമ്മാവനാ. വെയിറ്റ്, ഞാൻ അമ്മാവനെ വിളിക്കാം. അഹങ്കാരത്തോടെ അതും പറഞ്ഞ് ഗൗതം അവന്റെ അമ്മാവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ സ്പീക്കറിലിട്ടു. അങ്കിൾ, ഞാൻ ഗൗതമാണ്. അതെ, എനിക്കിനി ഇവിടെ ജോലിയില്ലെന്ന് GM ബാലചന്ദ്രൻ പറഞ്ഞു. അയാളോട് എന്താ കാര്യമെന്ന് ചോദിക്കാമോ അങ്കിൾ? ഗൗതം കെഞ്ചലോടെ അവന്റെ അമ്മാവനോട് സംസാരിച്ചു. മീനാക്ഷിക്ക് ആ നാടകം ശരിക്കും നന്നായി രസിച്ചു. അത് കാരണം അവൾ താൻ വന്ന കാര്യം പോലും മറന്ന് കൈകൾ കെട്ടി ഗൗതമനെ തന്നെ വീക്ഷിച്ചു. നീ എന്റെ അനന്തരവനാണെന്ന് പറഞ്ഞിട്ടും അവൻ അങ്ങനെ ചെയ്തോ? അവിടെ നിൽക്കും മോനെ, ഞാൻ ഇതാ വരുന്നു. ബാഹുലയൻ മറുപടി പറഞ്ഞതും ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. അതോടെ ഗൗതം GMനെ നോക്കി ചുണ്ടുകൂട്ടി. എന്തോ നേടിയെടുത്തവനെ പോലെ അവിടെ നിന്നു. അല്പനിമിഷത്തിനകം GMന്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ ബാലചന്ദ്രൻ, ഞാൻ DS കൺസ്ട്രക്ഷനിലുണ്ട്. നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ട് വരൂ. ഞാൻ നിങ്ങളെ ഗൗതമിന്റെ ക്യാബിനിൽ മീറ്റ് ചെയ്യും. പെട്ടെന്ന് അവിടെ എത്തൂ. മറുപുറത്ത് നിന്നും ആ വാക്കുകൾക്ക് GM ക്ഷമയോടെ മറുപടി പറഞ്ഞു. GM കോൾ ഡിസ്കണക്ട് ചെയ്ത് ഋഷിക്ക് നേരെ നോക്കി. സോറി സർ, നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പോ ഞാൻ ഓഫീസിലൊന്ന് പോയി വരാം. അയാൾ തന്റെ ഉള്ളിലെ പരിഭ്രമം മറച്ച് ഭവ്യതയോടെ പറഞ്ഞു. അതിന് മറുപടിയായി എന്നോണം ഋഷി തലയാട്ടി. ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ബാഹുലയൻ പൂക്കാട്ട് പറമ്പിലാണോ? ചോദ്യഭാവത്തിൽ ഋഷി ബാലചന്ദ്രനെ നോക്കി. അതെ, അദ്ദേഹം തന്നെ, GM മറുപടി പറഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ തന്റെ കൂടെ വരാം. ഋഷി പെട്ടെന്ന് പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാവാതെ ബാലചന്ദ്രൻ അവനെ നോക്കി. അല്ല, എനിക്ക് മനസ്സിലായില്ല സർ, GM അവനോട് പറഞ്ഞു. ഞാൻ വന്നാൽ ഐ ക്യാൻ ഹെൽപ്പ് യു മിസ്റ്റർ. ബാലചന്ദ്രൻ വരൂ. ഋഷിയെയും കൂട്ടി ബാലചന്ദ്രൻ മുൻപിൽ നടന്നു. അവരുടെ പുറകെ തന്നെ പുച്ഛത്തോടെ ഗൗതമും വന്നിരുന്നു. അവൻ അവന്റെ അമ്മാവനെ നന്നായി അറിയാമായിരുന്നു. ഏത് മോശം സാഹചര്യമായാലും അവനെ അയാൾ കൈവിടില്ലായിരുന്നു. അതുകൊണ്ട് പോകും വഴി അവൻ ഒരു തരത്തിലും ഭയം തോന്നിയില്ല. അങ്ങനെ അവർ 3 പേരും ഗൗതമിന്റെ ഓഫീസ് മുറിയിലേക്ക് കയറി. കയറിയ പാടെ ഗൗതം തന്റെ കസേരയിൽ കയറി കാലുകൾ മേശയിൽ വെച്ച് പിന്നിലേക്ക് ചാരിയിരുന്നു. ബാലചന്ദ്രൻ, താൻ ഈ കമ്പനിയിലെ വെറും ഒരു GM മാത്രമാണ്. പണിഷ്മെന്റ് കൂടണ്ട എന്നുണ്ടെങ്കിൽ ആ ID കാർഡ് പെട്ടെന്ന് തന്നേക്ക്. അല്ല, അമ്മാവൻ വന്നിട്ടേ താൻ തരത്തുള്ളൂവെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അനുഭവിക്കേണ്ടതെല്ലാം താൻ ഒറ്റയ്ക്ക് അനുഭവിക്കും. ഗൗതം അയാളെ ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞു. ഗൗതം, നിന്റെ അമ്മാവൻ ശരിയുടെ ഭാഗം നിൽക്കാതെ നിന്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? ബാലചന്ദ്രൻ ഗൗതമിനെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഗൗതം ഒന്ന് അട്ടഹസിച്ചു. ബാലചന്ദ്രോ, അങ്ങേര് എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ടാ എന്റെ അമ്മാവൻ പറയും മുമ്പേ എന്റെ ID കാർഡ് തിരിച്ചു തരാൻ തന്നോട് ഞാൻ പറഞ്ഞത്. പുള്ളി ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റാണ് ബാലചന്ദ്രൻ. പുള്ളിക്ക് തന്നെ എപ്പോ വേണമെങ്കിലും ഫയർ ചെയ്യാം. അറ്റ് ദി സെയിം ടൈം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്കൊരു പ്രമോഷനും തരും. ഏതാണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിച്ചോളൂ. എന്നോട് സോറി പറഞ്ഞ് എന്റെ കാര്യങ്ങളിൽ തലയിടാതെ ഒതുങ്ങി നിന്നാൽ പ്രമോഷന്റെ ആ കയ്യിൽ കിടക്കും. യു ഡിസൈഡ്. ഗൗതം അയാളോട് പറഞ്ഞു. ശേഷം ചുണ്ടുകൂട്ടി ഋഷിയെയും ഒന്ന് നോക്കി. ഓ, ബാഹുലേന് ഈ കമ്പനിയിൽ ഇത്രയൊക്കെ പവറുണ്ടോ? അത്രയും നേരം എല്ലാം കേട്ടിരുന്ന ഋഷി ചോദിച്ചു. എന്താ, എന്റെ അമ്മാവനെ നിനക്കറിയോ? ഗൗതം അധികാരത്തോടെ അവനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടെങ്കിലും ഋഷി കേൾക്കാത്ത മട്ടിൽ മറ്റെങ്ങോ നോക്കി എന്തോ ഓർത്തെന്ന പോലെ നിന്നു. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ആ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചിട്ട് ഒന്നും ചെയ്യാത്ത പോലെ നിക്കണത് കണ്ടോ? നോക്കിക്കോ, എന്റെ അമ്മാവൻ വന്നാ നിങ്ങൾക്ക് 2 പേർക്കും ഈ നടന്നതിനൊക്കെ ചേർത്ത് കിട്ടും. ഗൗതം പുലമ്പിക്കൊണ്ടിരുന്നു. പക്ഷേ ഋഷിയോ ബാലചന്ദ്രനോ അത് ശ്രദ്ധിക്കാൻ പോയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഓഫീസിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് 3 പേരും അങ്ങോട്ട് നോക്കി. ഗൗതമേ, മോനെ! പരുക്കൻ ശബ്ദത്തിൽ അതും വിളിച്ചുകൊണ്ട് ബാഹുലൻ അകത്തേക്ക് വന്നു. അയാളെ കണ്ടതും ഗൗതം സന്തോഷത്തോടെ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ഓടി. ഓ, അങ്കിൾ ഇത്ര പെട്ടെന്ന് വന്നോ? അയാളെ തിരികെ ഹഗ് ചെയ്തുകൊണ്ട് ഗൗതം ചോദിച്ചു. എന്താടാ മോനെ, എന്തിനാ അവൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞത്? ഗൗതമിനെ നോക്കി
വാത്സല്യത്തോടെ അത് ചോദിച്ചുകൊണ്ട് ബാഹുലയൻ GM-ന് നേരെ തിരിഞ്ഞു. ദേ, ഒരു കസ്റ്റമർ വന്ന് എന്നോട് അനാവശ്യമായി ബഹളം വെച്ചു അങ്കിൾ. കാര്യം എന്താന്ന് ഞാൻ അവനോട് ചോദിച്ചു. അതിന് ഈ GM കസ്റ്റമേഴ്സിനോട് എനിക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടൂന്നും പറഞ്ഞു. ഗൗതം നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു. ആര്? ഏത് കസ്റ്റമറാ നിന്റെ അടുത്ത് വന്ന് കുഴപ്പമുണ്ടാക്കിയത്? ബാഹുലയൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേൾക്കേണ്ട താമസം ഗൗതം സോഫയിലിരുന്ന ഋഷിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഋഷി ഇരുന്നിരുന്ന സോഫ മുറിയുടെ ഒരു സൈഡിലായിരുന്നതിനാൽ ബാഹുലയന് അവന്റെ പിൻഭാഗം മാത്രമേ കാണാമായിരുന്നുള്ളൂ. ഓഹോ, എല്ലാം ചെയ്തു വെച്ച് ഇപ്പൊ ഇവിടെ വന്ന് പേടിയൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് ഇരുന്നോ? താൻ ആരാടോ? ഇത്രയും ചെയ്തു വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കാൻ തനിക്ക് എന്ത് ധൈര്യം ഉണ്ടോ? ആ വാക്കുകൾ വ്യക്തമായി കേട്ടെങ്കിലും ഋഷി ഒന്നും മിണ്ടാതെ നിന്നു. ബാഹുലയന്റെ ദേഷ്യം കൂട്ടാൻ എന്ന പോലെ. എന്താടാ നിന്റെ വായിൽ നാക്കൂല്ലേ? ഞാൻ അങ്ങോട്ട് വന്നൊന്ന് പൊട്ടിച്ച ശരിയാകുമല്ല. ദേഷ്യത്തോടെ അതും പറഞ്ഞ് അയാൾ ഋഷിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് ഋഷിക്ക് പ്രശ്നമാകണ്ടെന്ന് കരുതി GM പെട്ടെന്ന് ബാഹുലയന് മുന്നിലേക്ക് കയറി വന്നു. സർ, ഒരു നിമിഷം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. അയാൾ ബാഹുലയനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓ ബാലചന്ദ്രൻ, താൻ എന്തിനാ ഇവന് വേണ്ടി ഇങ്ങനെ ഓരോ വിഡ്ഢിത്തം ചെയ്യുന്നത്? കാൽ പൈസയുടെ വിവരം ഇല്ലേ തനിക്ക്? ഇല്ല സർ, ഗൗതം പറഞ്ഞത് നുണയാണ്. അവിടെ നടന്നതിന്റെ CCTV വിഷ്വൽസ് ഞാൻ കണ്ടതാ സർ. തെറ്റ് ഗൗതമിന്റെ ഭാഗത്താണ്, അതെനിക്ക് വ്യക്തമായി അറിയാം, GM പറഞ്ഞു. നോ അങ്കിൾ, ഇയാള് കള്ളം പറയുക. ഞാൻ നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കയറി വന്ന് എനിക്ക് ഇവിടെ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പോവാൻ ഇയാള് പറഞ്ഞു. അത് പോട്ടേന്ന് വയ്ക്കാം, പക്ഷെ എന്റെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇയാൾ അസഭ്യം പറയുകയും എന്റെ ID കാർഡ് ഊരി വാങ്ങിക്കുകയും. ഗൗതം ഇല്ലാത്ത സംഭവങ്ങൾ കൂടെ കൂട്ടി പറഞ്ഞു. ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് FM-ലൂടെ.